കുതിച്ചുപാഞ്ഞെത്തിയ മലവെള്ളപ്പാച്ചിലിൽ പകച്ചു നിൽക്കാതെ 8 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞനുജത്തിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു അശ്വജിത്ത്. ദുരന്തമുഖത്തെ കാഴ്ചകൾ കണ്ടിട്ടും അവയൊന്നും വകവയ്ക്കാതെ കുഞ്ഞനുജത്തിയെയും കൊണ്ട് ഓടി രക്ഷപ്പെട്ട ചൂരൽമല വെള്ളാർ മല വിദ്യാലയത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി അശ്വജിത്താണ് കൂടെയുള്ളത്. അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ദുരന്തത്തിൽ പകച്ചു നിൽക്കാതെ സ്വന്തം അനിയത്തിയും നെഞ്ചോട് ചേർത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ട ഒരു കൊച്ചു മിടുക്കൻ നമ്മളുടെ കൂടെയുണ്ട്. ചൂരൽമലയിലുള്ള ഒരു മിടുക്കനാണ്. അതിസാഹസികമായാണ് ഇത്തരത്തിൽ ആ ഒരു മകളെയും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു മിടുക്കൻ ഓടി രക്ഷപ്പെട്ടത്. നമ്മളുടെ കൂടെ ആ മിടുക്കൻ ചേരുന്നുണ്ട്. എന്താ മോന്റെ പേര്? അശ്വജിത്ത്. അശ്വജിത്ത്. എങ്ങനെയായിരുന്നു സംഭവം? എങ്ങനെയായിരുന്നു? ഉരുള് പൊട്ടിയപ്പോ തന്നെ വീടെല്ലാം കുലുങ്ങിയിരുന്നു. പിന്നെ പൊട്ടിയപ്പോ തന്നെ എല്ലാരും ഓടി, ചിലവരൊക്കെ അവിടെ നിന്ന്. പിന്നെ കുറെ പേര് താഴെ വീണിട്ട് തലയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാലൊക്കെ പൊട്ടിയിട്ട് എണീച്ചിട്ട് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ടു. അത് ഒരു പ്രാവശ്യം ഉരുള് പൊട്ടി, 1.5 ഉരുള് പൊട്ടിയപ്പോ കുറച്ചു നേരം അവിടെ നിന്ന്. പിന്നെ രണ്ടാമത് ഉരുള് പൊട്ടിയപ്പോ നല്ല വിറയല് വന്ന്. അപ്പോഴാണ് ഞാൻ അവളെ എടുത്തിട്ട് ഓടിയത്. അവിടെ ഒരു കുറ്റിക്കാടുണ്ടായിരുന്നു, അതിൽ അങ്ങോട്ടാണ് ഓടിയത്. എനിക്കൊരു പേടിയില്ലായിരുന്നു. അമ്മ എന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അമ്മ ഞാൻ ഓടിക്കഴിഞ്ഞപ്പോ അച്ഛനും അമ്മ എന്റെ പിന്നാലെ, അനിയൻ മുമ്പ് ഓടിപ്പോയി. പിന്നെ അമ്മ ഓടിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ അമ്മേന്റെ ചെരുപ്പിന് എന്തോ ഒരു കല്ലെന്തോ കുടുങ്ങിയിട്ട് അതെടുത്ത് കളയാൻ അമ്മ തോന്നി. അത്തരത്തിൽ അവരുടെ അമ്മ കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ചേച്ചി, എന്തായിരുന്നു ആ സംഭവം? എങ്ങനെയായിരുന്നു ഇവൻ ആ ഒരു കുട്ടീനെയും ചേർത്ത് പിടിച്ച് ഓടി? അതിനുശേഷം അന്ന് ഞങ്ങള് ഭയങ്കരമായിട്ട് പേടിച്ച്, കുട്ടികൾ ഇവനൊക്കെ കരച്ചിൽ തന്നെയായിരുന്നു. ആ ഒരു വിറയൽ, ഇതിന്റെ ശബ്ദത്തിന്റെ, അതായത് ഒരു ഭയങ്കരമായൊരു സൗണ്ട്, പുഴേൻ്റെ ഇരമ്പലും എല്ലാം കൂടി ആയപ്പോൾ മക്കളൊക്കെ പേടിച്ച് വിറച്ച്, അപ്പോൾ അടുത്തുള്ളവരും എല്ലാവരും പേടിച്ച് വിറച്ചിരിക്കുന്ന സമയത്താണ് രണ്ടാമത് ഉരുള് പൊട്ടുന്നത്. ആ ഉരുള് പൊട്ടുമ്പോൾ നമ്മളിരിക്കുന്ന പാടിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആ പാടീൻ്റെ സൈഡ് ഭാഗത്തേക്കൊക്കെ വെള്ളം അടിച്ച് കയറുന്ന സൗണ്ടാണ്. ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ സൗണ്ടും കല്ലുകൾ വന്നിട്ട് അടിക്കുന്ന സൗണ്ടും മാത്രമാണ് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നത്. അപ്പം മോനോട് പറഞ്ഞ്, കുട്ടി അവൻ്റെ കയ്യിലായിരുന്നു, കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം മോനോട് പറഞ്ഞു, മോനെ കുട്ടീനെ എടുത്തിട്ട് ഓടിക്കോ എന്ന് പറഞ്ഞു. അവന് എടുത്ത് ഓടുകയായിരുന്നു. അപ്പം അതിൻ്റെ പിന്നാലെയാണ് ഞങ്ങളെല്ലാവരും, പാടിയിലുള്ള ആളുകളൊക്കെ ഓടി. അവിടെ ചായച്ചെടീൻ്റെ കുറച്ച് കയറ്റത്തിലാണ് ചായത്തോട്ടം ഉള്ളത്, അവിടെ കയറി നിൽക്കുമായിരുന്നു. 1 മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ മാനേജറിൻ്റെ ബംഗ്ലാവിലേക്ക് ഞങ്ങളോടൊക്കെ പോകാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരം 5 മണി ആയപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് ബംഗ്ലാവിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറേ വെളിച്ചമായതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പിന്നെ വന്ന് നോക്കുമ്പോൾ അത് ഞങ്ങളെ നാടേ അല്ല സാർ. ഞങ്ങളെ ഉറ്റവരും ഇവരൊക്കെ പോയി. ഏട്ടൻ്റെ അച്ഛനും അമ്മയും അനിയനും മോളെയൊന്നും കിട്ടിയിട്ട് പോലും. രണ്ടാളിപ്പോൾ ഹോസ്പിറ്റലുണ്ട്. അനിയൻ്റെ ഭാര്യ, അനിയൻ്റെ മോനും ഉണ്ട്. രണ്ടാളും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അമ്മേൻ്റെയും അനിയൻ്റെയും മോളതും ബോഡി കിട്ടിയിട്ടില്ല. അച്ഛൻ്റെത് ഞങ്ങൾക്ക് കിട്ടി. വീട് പോയി, എല്ലാം പോയി. തീർച്ചയായും ഇത്തരത്തിൽ വലിയ ദുഃഖമുള്ള ഒരു സമയമാണ്. അത്തരത്തിൽ വലിയ ദുഃഖത്തിലാണ് ഈ ഫാമിലി ഉള്ളത്. എന്നാലും ആ ദുരന്തമുഖത്ത് അത്രയും ഒരു വലിയ ദുരന്തം നടക്കുന്നതിനിടയിലും മനോധൈര്യം കൈവിടാതെ ആ കുട്ടിയെയും കൊണ്ട്, അതായത് തങ്ങളുടെ കൊച്ചനുജത്തെയും കൊണ്ടുപോയ ഈ മിടുക്കൻ ഏവർക്കും ഒരു മാതൃക തന്നെയാണ്.